നാട്ടുകാഴ്ച ഉത്സവമാണ് ഈ 28ാം ഓണമഹോത്സവം. ഈ 28ാം ഓണമഹോത്സവത്തിന്റെ മനോഹരമായ ദൃശ്യവിരുന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളകെട്ടുത്സവം, കാളകെട്ടുത്സവം, കാളകെട്ടുത്സവം. ആ കാളകെട്ടുത്സവത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ. ആഞ്ഞിലത്തടിയിൽ ചട്ടം കൂട്ടി അതിൽ കച്ച ചുറ്റി ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞ ശേഷം തുണി പിടിപ്പിച്ച് പട്ടുതുണിയിൽ പൊതിഞ്ഞ് കാളയുടെ രൂപമുണ്ടാക്കുന്നു. എഴിലപ്പാലയുടെ തടിയിൽ രൂപപ്പെടുത്തി 5 നിറങ്ങൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത ശിരസാണ് നന്ദികേശന്റെ പ്രധാന ആകർഷണം. അങ്ങനെയാണ് നന്ദികേശന്മാർ രൂപപ്പെട്ടു വരുന്നത്. ആ പഞ്ചവർണ്ണങ്ങളിൽ പെയിന്റ് ചെയ്ത പഞ്ചവർണ്ണങ്ങളിൽ ആകർഷണമായ ശിരസാണ് നന്ദികേശന്റെ മനോഹരമായ കാഴ്ച ഭംഗി തരുന്ന ആ മനോഹരമായ ദൃശ്യം. ഓരോ നന്ദികേശനും പഞ്ചവർണ്ണങ്ങളിൽ ആ നിറച്ചാർത്തുമായി ആയ ഓരോ നന്ദികേശന്റെയും ശിരസ് രൂപപ്പെടുത്തി ഈ വെള്ളയിലും ചുവപ്പിലും അണിഞ്ഞൊരുങ്ങി വന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ. ജീവിത, നെറ്റിപ്പട്ടം, വെഞ്ചാമരം എന്നിവയിൽ അലങ്കരിച്ച നന്ദികേശന്മാരെ പൂമാലയും നാരങ്ങാമാലയും വെറ്റിലമാലയും നോട്ടുമാലയും കൂവളത്തുമാലയും ചാർത്തി ദീപവിധാനത്തോടെ മുത്തുക്കുട ശരീരത്തിന് മേലെ പിടിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള 2 കാളകൾ ചേർന്ന ജോഡിയാണ് നന്ദികേശനായി അണിയിച്ചൊരുക്കുന്നത്. വലതുവശത്ത് ചുവപ്പ് ശിവസങ്കല്പവും ഇടതുവശത്ത് വെള്ള പാർവതി സങ്കല്പവുമാണ്. ഇവിടെ ചെണ്ടമേളവും പഞ്ചവാദ്യവും ചിങ്കാരിമേളവും മയിലാട്ടവും അടക്കം എല്ലാ മേളങ്ങളോടും കൂടി ഓരോ നന്ദികേശന്മാരെയും ഓച്ചിറപ്പറമ്പലത്തേക്ക് ആനയിക്കുന്ന അതിമനോഹരമായ ദൃശ്യഭംഗി കാട്ടിത്തരുന്ന ഒരു ഓണാട്ടുകരയുടെ ഉത്സവമാണ് 28ാം ഓണമഹോത്സവം. ആ 28ാം ഓണമഹോത്സവത്തിന്റെ ദൃശ്യഭംഗിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി ചൈതന്യം നിറഞ്ഞ ഉച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനുമുണ്ട് ഒരു ഐതിഹ്യം. അകമൂർ നമ്പൂതിരിപ്പാടിന്റെ ഭക്തനായിരുന്ന അകമൂർ ചാത്തൻ നമ്പൂതിരിപ്പാട് 7 നാഴിക വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഉച്ചയാകും വരെ ദേവാലയം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് ചാത്തൻ ചോദിച്ചപ്പോൾ പരബ്രഹ്മത്തെ സേവിക്കുകയാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞു. അപ്പോൾ പരബ്രഹ്മ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ച ചാത്തനോട് പരിഹാസമായി നമ്മുടെ മാടൻ പൂത്തിനെ പോലെ ഇരിക്കും എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു. ശേഷമുള്ള ദിവസങ്ങളിൽ ചാത്തനും പരബ്രഹ്മത്തെ സേവിക്കുകയും 40 ദിവസം കഴിഞ്ഞപ്പോൾ മാടൻ പൂത്തിന്റെ സ്വരൂപത്തിൽ പരബ്രഹ്മം ചാത്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും സദാ ചാത്തന്റെ കൂടെ നടക്കുകയും ചെയ്തു. നമ്പൂതിരിപ്പാട് ഇതൊന്നും അറിഞ്ഞില്ല.